മല്ലാതിദിവിധമുള്ള പരിശ്രമം ചെയ്താറ്റൽ നബിയരെ തേടുന്നേ. വാർത്താശ്രുതിയായി നീർത്തോത്സാകലർക്കും മോഹത്തിൽ പരന്നറിവായി വന്നേ. കള്ളി മിസ്റതിൽ എല്ലാ സ്ത്രീകൾക്കും നല്ലോണം തിരിഞ്ഞധിക്ഷേപമായി കന്നി സുലൈഖാനെ അന്തളുവാനിതകൾ ആകെയും മഹാപരിഹാസമായി. അങ്ങനെ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ലേലത്തിൽ അസീസ് രാജാവ് വാങ്ങുകയും മിസ്രിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. തൻ്റെ പ്രിയപത്നിയായ സുലൈഖയ്ക്ക് വേണ്ടി അതാ സുലൈഖയുടെ ആജ്ഞപ്രകാരം നമുക്ക് ആ സുന്ദരനായ അടിമയെ നമുക്ക് വാങ്ങണം, ഖജാനകൾ മൊത്തം ചെലവഴിച്ചാലും ശരി. അങ്ങനെ ഭർത്താവ് ഭാര്യയുടെ ആവശ്യം തള്ളിക്കളഞ്ഞില്ല. അവർ ആ കുട്ടിയെയും വാങ്ങി ഈജിപ്തിലെ കൊട്ടാരത്തിലെത്തിയെന്ന് മാത്രമല്ല, സദാസമയവും സുലൈഖയ്ക്ക് ആ അടിമയെ നോക്കി ആ അടിമയോടുകൂടെ കിന്നാരം പറയാനുള്ള അവസരങ്ങൾ നോക്കിക്കൊണ്ട് അവൾ നടന്നിരുന്നു. പക്ഷേ അതൊന്നും അവൾ കുക്കുന്നില്ല. ഏതായാലും അവസരം കിട്ടുന്ന സമയങ്ങളിലൊക്കെ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ ആഗ്രഹം നിറവേറ്റിത്തരാൻ ആവശ്യപ്പെട്ടെങ്കിലും അലംഘനീയമായ വിധി അതൊന്നും നടത്തി തന്നില്ല. അവസാനം ഈ വാർത്ത മിസ്രിലെ രാജ്ഞിയായിരിക്കുന്ന സുലൈഖ അടിമച്ചക്കൻ്റെ പിന്നാലെ കൂടി എന്ന് പറഞ്ഞുകൊണ്ട് മിസ്രിലുള്ള ആ ഭാഗത്തുള്ള സ്ത്രീകളൊക്കെ പരിഹാസം തുടങ്ങി. ആ സമയത്ത് സുലൈഖ തീരുമാനിച്ചു, ഇതിന് അവർക്കൊരു പ്രതികാരം ചെയ്തു കൊടുക്കണമെന്നുള്ള രീതിയിൽ. എന്താണ് ചെയ്തത് എന്ന് കവി പറയുന്നു. ചൊല്ലും കഥ കേട്ട് മുല്ല പരീക്ഷിപ്പാൻ ഉണ്ടാക്കി വിരുന്നൊന്ത് കോശമാൽ സ്വന്ത ഭവനത്തിലെ ബന്ധാശ്രീകളും സന്ധിത്ത് വലിയ സ്നേഹമാൽ. അങ്ങനെ കൊട്ടാരത്തിലേക്ക് ആ നാട്ടുകാരികളായ സ്ത്രീകളെയൊക്കെ സുലൈഖ ഒരു വിരുന്നൊരുക്കി എന്ന് മാത്രമല്ല, അവർക്ക് ഭക്ഷിക്കാനുള്ള എല്ലാ വിഭവങ്ങളും അഥവാ കക്കരിക്കയും തേനുമൊക്കെ കണ്ടീഷനാക്കി നുറുക്കി ഉസാറാക്കി വരിയായി അവരുടെ മുമ്പിൽ ഇങ്ങനെ വെച്ചു കൊടുത്തു. എന്നിട്ട് സുലൈഖ യൂസുഫിനോട് ചെന്ന് പറയുകയാണ്, എന്നെ മിസ്രിലെ പെണ്ണുങ്ങൾ മുഴുവനും പരിഹസിക്കുന്ന വാർത്ത നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ആ പരിഹാസത്തിന് അവർക്ക്